നമസ്കാരം. തുരുത്തിയിൽ ഭവനരഹിതരായ 394 കുടുംബങ്ങൾക്ക് പുതിയ ഫ്ളാറ്റിന്റെ നിർമ്മാണം പൂർത്തിയായതായി കൊച്ചി മേയർ എം അനിൽകുമാർ. ഫേസ്ബുക്ക് കുറിപ്പിലൂടെയാണ് മേയർ ഇക്കാര്യം അറിയിച്ചിരിക്കുന്നത്. ഫ്ളാറ്റിന്റെ ഉദ്ഘാടനം സെപ്റ്റംബർ 27-ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും. 2 ഭവന സമുച്ചയങ്ങളാണ് തുരുത്തിയിൽ നിർമ്മിച്ചിരിക്കുന്നത്. ഒന്നാമത്തെ ടവറിന്റെ നിർമ്മാണ ചെലവ് 41.74 കോടി രൂപയും രണ്ടാമത്തെ ടവറിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയത് 44.01 കോടി രൂപ ചെലവഴിച്ചാണെന്നും കുറിപ്പിൽ പറയുന്നു. എം അനിൽകുമാറിന്റെ ഫേസ്ബുക്ക് കുറിപ്പിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ്: ഞങ്ങൾ വാക്കു പാലിച്ചു എന്ന തലക്കെട്ടോടുകൂടിയാണ് ദീർഘമായ ഫേസ്ബുക്ക് കുറിപ്പ് എഴുതിയിരിക്കുന്നത്. ഭവനരഹിതരായ 394 കുടുംബങ്ങൾക്ക് തുരുത്തിയിൽ പുതിയ ഫ്ളാറ്റ്. നിസ്വരായ ജനങ്ങൾ ഇനി അഭിമാനത്തോടെ പുതിയ ഭവനങ്ങളിൽ താമസിക്കും. ഫ്ളാറ്റുകളുടെ ഉദ്ഘാടനം ബഹുമാനപ്പെട്ട കേരളത്തിന്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ സെപ്റ്റംബർ 27 ശനിയാഴ്ച വൈകുന്നേരം 5 മണിക്ക് നിർവഹിക്കും. ഭൂരഹിതരും ഭവനരഹിതരുമായവർക്ക് ഭവനങ്ങൾ നൽകുന്നതിന് കൊച്ചി തുരുത്തിയിൽ രാജീവ് ആവാസ് യോജന പദ്ധതി പ്രകാരം കൊച്ചി നഗരസഭ നടപ്പിലാക്കിയ ഇരട്ട ഭവന സമുച്ചയങ്ങളുടെ നിർമ്മാണം പൂർത്തിയായി. ഭൂരഹിതരും ഭവനരഹിതരുമായ 394 കുടുംബങ്ങൾക്കാണ് പദ്ധതിയുടെ പ്രയോജനം ലഭ്യമാകുന്നത്. തുരുത്തിയിൽ 2 ഭവന സമുച്ചയങ്ങളാണ് നിർമ്മിച്ചിരിക്കുന്നത്. ആദ്യത്തെ സമുച്ചയം നഗരസഭയുടെ പദ്ധതിയിൽ ഉൾപ്പെടുത്തി നഗരസഭയും രണ്ടാമത്തെ സമുച്ചയം CSML പദ്ധതിയിൽ ഉൾപ്പെടുത്തി നഗരസഭയ്ക്ക് വേണ്ടി കൊച്ചി സ്മാർട്ട് മിഷൻ ലിമിറ്റഡുമാണ് നിർമ്മിച്ചിട്ടുള്ളത്. 17,796.42 ചതുരശ്ര മീറ്റർ വിസ്തൃതിയിൽ നഗരസഭ നിർമ്മിച്ച ഒന്നാമത്തെ ടവറിന്റെ നിർമ്മാണ ചെലവ് 41.74 കോടി രൂപയാണ്. 11 നിലകളിലായി നിർമ്മിച്ചിട്ടുള്ള ഒന്നാമത്തെ ടവറിൽ 300 ചതുരശ്ര അടി വീതമുള്ള 199 യൂണിറ്റുകളാണുള്ളത്. ഓരോ യൂണിറ്റിലും ഡൈനിങ്, ലിവിംഗ് ഏരിയ, 1 ബെഡ്റൂം, കിച്ചൺ, ബാൽക്കണി, 2 ടോയ്ലറ്റുകൾ എന്നിവയുണ്ട്. 81 പാർക്കിംഗ് സ്ലോട്ടുകൾ, 105 KLD കപ്പാസിറ്റിയുള്ള സീവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റ്, 3 എലവേറ്ററുകൾ, 3 സ്റ്റേ കേസുകൾ എന്നിവയുമുണ്ട്. ഒന്നാം നിലയിൽ 150 ചതുരശ്ര മീറ്ററും 11ാം നിലയിൽ 800 ചതുരശ്ര മീറ്ററും വീതമുള്ള കോമൺ ഏരിയകളുണ്ട്. ഈ ഫ്ളാറ്റ് സമുച്ചയത്തിന് താഴെ ഒരു അങ്കണവാടിയും 14 കടമുറികളുമുണ്ട്. 2 സമുച്ചയങ്ങളിലും ലിഫ്റ്റ് സംവിധാനങ്ങളുമുണ്ട്. കൊച്ചി സ്മാർട്ട് മിഷൻ ലിമിറ്റഡ് 44.1 കോടി രൂപ ചെലവഴിച്ചാണ് രണ്ടാമത്തെ ടവറിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചത്. പൊതുമുറ്റത്തിന് ചുറ്റുമായി 13 നിലകളിലാണത്. ആകെ 195 പാർപ്പിട യൂണിറ്റുകളാണുള്ളത്. ഓരോ നിലയിലും 15 യൂണിറ്റുകൾ വീതമുണ്ട്. താഴത്തെ നിലയിൽ 18 കടമുറികളും പാർക്കിംഗ് സൗകര്യമുണ്ട്. 3 ലിഫ്റ്റുകളും ഗോവണിപ്പടികളുമുള്ള ടവർ 10,221 ചതുരശ്ര മീറ്റർ വിസ്തൃതിയിലാണ് പണിതിരിക്കുന്നത്. ഓരോ പാർപ്പിട യൂണിറ്റുകൾക്കും 350 അടി ചതുരശ്ര അടി വിസ്തീർണമുണ്ട്. ടവറിന്റെ റൂഫ് ടോപ്പിൽ കോമൺ ഏരിയയിൽ സോളർ പാനൽ സ്ഥാപിച്ചിട്ടുണ്ട്. 68 കാറുകളും 17 ബൈക്കുകളും പാർക്ക് ചെയ്യുന്നതിനുള്ള സൗകര്യവുമുണ്ട്. ഭൂരഹിതരും ഭവനരഹിതരുമായ 394 കുടുംബങ്ങൾ ആധുനിക സൗകര്യമുള്ള വൃത്തിയുള്ളതും മനോഹരവുമായ ഫ്ളാറ്റുകളിലേക്ക് താമസം മാറുന്ന സുദിനത്തിൽ അവരുടെ സന്തോഷത്തിൽ പങ്കുചേരുന്നതിന് ഏവരെയും അഭിമാനത്തോടെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നുവെന്നാണ് അദ്ദേഹത്തിന്റെ കുറിപ്പ്. എന്തായാലും തുരുത്തിയിൽ ഭവനരഹിതരായ 394 കുടുംബങ്ങൾക്ക് പുതിയ ഫ്ളാറ്റിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയതായി കൊച്ചി മേയർ എം അനിൽകുമാർ അറിയിച്ചിരിക്കുന്നു.